സി കൃഷ്ണകുമാറിനെതിരെ നടത്തിയ പ്രതിഷേധ നാടകത്തിൽ പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോടതി തള്ളിയ കേസിൽ അനാവശ്യ പ്രതിഷേധങ്ങൾ നടത്തിയാൽ പാർട്ടി പ്രതിസന്ധിയിലാകുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു. ആ റിപ്പോർട്ടിലേക്ക്. സന്ദീപ് വാര്യരെ വിശ്വസിച്ച് വി.ഡി. സതീശനിട്ട ബോംബ് നനഞ്ഞ പടക്കമായിരിക്കുന്നതിനിടയിലാണ് ഇന്നലെ 20ഓളം കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പി. ഓഫീസിന് ഏതാനും മീറ്ററുകൾ അപ്പുറത്ത് പ്രതിഷേധ നാടകം നടത്തിയത്. എന്നാൽ കോടതി തള്ളിയ കേസിൽ അനാവശ്യ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പൊട്ടിത്തെറി ആരംഭിച്ചിരിക്കുകയാണ്. പോലീസും കോടതിയുമൊക്കെ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ വിഷയം വീണ്ടും ഉയർത്തിയാൽ പാർട്ടി പ്രതിസന്ധിയിലാവുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ഇനിയും തുടർ സമരങ്ങൾ വിഷയത്തിൽ നടത്തേണ്ടെന്നും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചു. മാത്രമല്ല, വിഷയത്തിൽ DCC അതൃപ്തി KPCCയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ നിന്നും ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിന്നിരുന്നു. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികളായ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരുന്നു പ്രതിഷേധ നാടകത്തിൽ പങ്കെടുത്തത്. കൂടാതെ സന്ദീപ് വാര്യർക്കെതിരെയും വിമർശനം ഉയർന്നു. BJPയിൽ പ്രവർത്തിച്ച കാലത്ത് കൃഷ്ണകുമാറിനോട് സന്ദീപിനുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യം തീർക്കാൻ പാർട്ടിയെ ഉപയോഗിക്കുന്നത് അനുവദിക്കരുതെന്നും അല്ലാത്തപക്ഷം സന്ദീപ് പാർട്ടിയെ കുഴിയിൽ ചാടിക്കുമെന്നും നേതാക്കൾ വിമർശിച്ചു. അതിനിടെ സി കൃഷ്ണകുമാറിനെതിരെ ക്രിമിനൽ കേസിൽ പരാതിക്കാരി അപ്പീൽ പോയിട്ടില്ല എന്നതിൻ്റെ രേഖകളും പുറത്തുവന്നു. 2023 സിവിൽ കേസിലും 2024 ക്രിമിനൽ കേസിലും കൃഷ്ണകുമാറിന് അനുകൂലമായി കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിൽ സിവിൽ കേസിൽ മാത്രമാണ് പരാതിക്കാരി മേൽക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ക്രിമിനൽ കേസ് പരാതി വ്യാജമാണെന്നത് വ്യക്തമാണ്. ജനം, പാലക്കാട്.